അപ്പോൾ ഇതാ ഗൈസ്, നാളെ വീട്ടിൽ നടക്കാൻ പോണ ഫംഗ്ഷൻ്റെ ചെറിയ ഒരുക്കങ്ങളാണ് കേട്ടോ കാണുന്നത്. രാത്രി തന്നെ നാളത്തേക്കുള്ള ചെമ്പും ബാക്കി സാമഗ്രികളൊക്കെ ആയിട്ട് നമ്മളെ വണ്ടിയിൽ തന്നെ ഷന്നികന്മാരെയും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ ഒരെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ കസാലയും മേശയൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ കുറച്ച് ആളുകളായതുകൊണ്ട് കുറച്ചേ കൊണ്ടുവന്നുള്ളൂ. അങ്ങനെ ഓരോത് സെറ്റ് ആക്കുമ്പോഴത്തേനും നമ്മൾ നാളത്തേക്കുള്ള പുഡിങ് റെഡിയാക്കാം കേട്ടോ. ഫസ്റ്റ് തന്നെ ഞങ്ങൾ പിസ്ത പുഡിങ്ങാണ് കേട്ടോ ഉണ്ടാക്കിയത്. പുഡിങ് അല്ലാതെ മുട്ടമാലയും മുട്ടസുർക്കയൊക്കെ ഉണ്ട്. അതൊക്കെ ഞങ്ങൾ പുറത്ത് ഓർഡർ കൊടുത്തതാണ് കേട്ടോ. ഞങ്ങൾക്ക് എല്ലാം കൂടെ ഉണ്ടാക്കാൻ കഴിയില്ല പറഞ്ഞിട്ട്. അങ്ങനെ അതൊക്കെ റെഡിയാക്കുമ്പോൾ ഞങ്ങൾക്ക് രാത്രിത്തേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വെള്ളപ്പം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ ഉണ്ടാക്കിയിരിക്കുമ്പോഴാണ് പിന്നെ വീട്ടിൽ വിരുന്നാർ വന്നേ. അങ്ങനെ വിരുന്നാർക്ക് കുറച്ച് വെള്ളപ്പവും മന്തിയൊക്കെ വാങ്ങിച്ച് വെച്ച് കൊടുത്തിട്ടോ. പിന്നെ ഞങ്ങൾ ഇതാ തിരിച്ച് പുഡിങ് ഉണ്ടാക്കാൻ വന്ന് ഗസ്റ്റൊക്കെ പോയതിന് ശേഷം കേട്ടോ ബൂസ്റ്റ് പുഡിങ് കേട്ടോ പിന്നെ ഉണ്ടാക്കിയത്. അങ്ങനെ ഇതാ പുഡിങ് ഏകദേശം റെഡിയായി. പിന്നെ മൈലാഞ്ചി ഇടുന്ന ആൾ വന്നതിന് കേട്ടോ. അങ്ങനെ മൈലാഞ്ചി ഇട്ട് കണ്ട് കുറച്ച് നേരം അങ്ങനെ സമയം പോയി. ജസ്റ്റിനെ മൈലാഞ്ചി ഇടുമ്പോൾ ഞങ്ങൾ നേരെ പോയി കണ്ട് പുഡിങ്ങിൻ്റെ ഡെക്കറേഷൻ പരിപാടിയൊക്കെ നോക്കിട്ടോ. അങ്ങനെ ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് സെറ്റ് ആക്കിട്ടോ അത്. അങ്ങനെ ഇതാണ് നമ്മളെ മൈലാഞ്ചിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ എന്താണ് നാളത്തെ പരിപാടി എന്ന് ചെറിയൊരു ധാരണ കിട്ടിയല്ലോ അല്ലേ. അപ്പോൾ ബാക്കി വിശേഷം നാളെ കാണാം.